ഐവാ സിൽക്സ്, കാസർഗോഡ്, കാഞ്ഞങ്ങാട്, മാംഗ്ലൂർ. ഖാദർ കരിപ്പൊടിക്ക് എന്ത് സംഭവിച്ചു? 11 ദിവസം എവിടെയായിരുന്നു? പബ്ലിക് കേരളയിൽ പുതിയ അപ്ലോഡ്സ് ഒന്നും കണ്ടില്ലല്ലോ. വ്യക്തമായ ഉത്തരം പറയാം. 11 ദിവസം ഞാൻ തടവറയിലായിരുന്നു. കാസർഗോഡ് സബ് ജയിലിലായിരുന്നു. കാരണം CI അബ്ദുൾ റഹീമിൻ്റെ കോളർ പിടിച്ച് അദ്ദേഹത്തെ മർദ്ദിച്ചു എന്നുള്ളതാണ്. എപ്പോഴാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ 17-ന് നടന്ന സംയുക്ത സമിതിയുടെ ഹർത്താലിൽ വെച്ചായിരുന്നു ഈ സംഭവം. ഇങ്ങനെയാണ് ഫസ്റ്റ് ഇൻവെസ്റ്റിഗേഷൻ റിപ്പോർട്ട്, FIR. പോലീസ് റിപ്പോർട്ടുകളിൽ പറയുന്നതും ഇതുതന്നെ. പോലീസിന്റെ കൃത്യനിർവഹണം തടസ്സപ്പെടുത്തി പോലീസ് ഉദ്യോഗസ്ഥരെ മർദ്ദിച്ചു. പല മാധ്യമങ്ങളും ഇത് വലിയ വാർത്തയാക്കി. മാതൃഭൂമിയും മനോരമയും ദേശാഭിമാനിയും എല്ലാ പത്രങ്ങളും ഇത് വാർത്തയാക്കി നൽകി. ആ വാർത്തകളിലൊക്കെ പറഞ്ഞത് ഞാൻ CI അബ്ദുൾ റഹീമിൻ്റെ കോളർ പിടിച്ചു എന്നുള്ളതാണ്. നമുക്കതിൻ്റെ സത്യാവസ്ഥ ഒന്ന് നോക്കാം. നിങ്ങൾ ഇവിടെ കാണുന്ന ഈ ചിത്രം 17-ന് സംയുക്ത സമിതിയുടെ ഹർത്താലിൻ്റെ അന്നെടുത്ത ദൃശ്യമാണ്. ഈ ചിത്രത്തിൽ ഞാൻ എങ്ങനെയാണുള്ളത്? ഒരു ക്യാമറയും എൻ്റെ കഴുത്തിൽ ഞങ്ങളുടെ ഐഡൻറ്റിറ്റി കാർഡുമാണ്. ടാഗ് ഇട്ടുകൊണ്ടാണ് ഞാൻ അവിടെ ആ ദൃശ്യം പകർത്തുന്നുള്ളത്. അതായത് ഞാൻ അവിടെ മാധ്യമ പ്രവർത്തനത്തിലായിരുന്നു. പൊതുവെ പബ്ലിക് കേരളയുടെ ക്യാമറ ഞാൻ ചെയ്യാറില്ല. പക്ഷെ അന്ന് ഞാൻ ക്യാമറ ചെയ്തത് അവിടെ ലാത്തി ചാർജ് നടന്നു. ഈ ലാത്തി ചാർജിനിടയിലേക്ക് കടന്നുപോയി എൻ്റെ സഹപ്രവർത്തകർക്ക് പരിക്ക് പറ്റാതിരിക്കാൻ വേണ്ടിയിട്ടും, അത് മാത്രമല്ല അതിനിടയിലേക്ക് ചെന്നു കയറി ദൃശ്യമെടുക്കാൻ എന്നെ കൊണ്ട് സാധിക്കും എന്നുള്ള ഒരു വിശ്വാസമുള്ളത് കൊണ്ടുമാണ് ഞാൻ അവിടെ ക്യാമറയും മൈക്കുമായി ടാഗുമായി അതിനിടയിലേക്ക് ചെന്നത്. അടുത്ത ഒരു ചിത്രം കാണാം. ഇത് മീഡിയ 1 TV അന്ന് തത്സമയം സംപ്രേഷണം ചെയ്ത ഒരു കാര്യമാണ്. ആ തത്സമയ സംപ്രേഷണത്തിൽ എന്നെ നിങ്ങൾക്ക് വ്യക്തമായി കാണാം. CIയുടെ കോളർ പിടിച്ചു എന്ന് പറയുന്ന സമയത്ത് ഞാനുള്ളത് CIയുടെ പിന്നിൽ ക്യാമറയുമായി പബ്ലിക് കേരളയുടെ ക്യാമറമാനായി, അങ്ങനെ വേണമെങ്കിലും പറയാം, ഞാൻ ദൃശ്യം പകർത്തിക്കൊണ്ടിരിക്കുന്നു എന്നുള്ളതാണ്. ഈ 2 ചിത്രങ്ങൾ എൻ്റെ നിരപരാധിത്വം വ്യക്തമായി വസ്തുതാപരമായി പച്ചയ്ക്ക് തെളിയിച്ചു തരുന്നുണ്ട്. ഇതിനേക്കാൾ കൂടുതൽ തെളിവുകളുമുണ്ട്. പ്രേക്ഷകർ മനസ്സിലാക്കുക, പിന്നെ എന്തിനാണ് എന്നെ അറസ്റ്റ് ചെയ്തത്? അവർ പറയുന്നത് ഏതോ ഒരു പത്രത്തിൽ എൻ്റെ പേര് വന്നു എന്നുള്ളതാണ്. സംയുക്ത സമിതിയുടെ യോഗത്തിൽ എന്നെ കണ്ടു എന്നുള്ളതാണ്. പോലീസുകാരോട് തുറന്നു പറയാൻ ആഗ്രഹിക്കുന്നു, ഖാദർ കരിപ്പൊടി എന്ന് പറയുന്ന വ്യക്തി പബ്ലിക് കേരളയിൽ പ്രവർത്തിക്കുന്ന ഒരു മാധ്യമ പ്രവർത്തകനാണ്. എനിക്ക് എൻ്റെ മാധ്യമ പ്രവർത്തനത്തിൻ്റെ ഭാഗമായി പലയിടങ്ങളിൽ ചെന്നു കയറാനും ദൃശ്യങ്ങൾ പകർത്താനും വാർത്തകൾ നൽകാനുമുള്ള അവകാശമുണ്ട്. പോലീസ് നടപടികൾ ചിത്രീകരിക്കാൻ ജനാധിപത്യ രാജ്യത്ത് നിയമവ്യവസ്ഥകൾ ഒരു പൗരന് അനുവാദം നൽകുന്നുണ്ട്. അത് മാധ്യമ പ്രവർത്തകനായിരിക്കണമെന്നില്ല. പോലീസ് നടപടികൾ ചിത്രീകരിക്കാൻ സാധിക്കുന്നതാണ്. അതിന് ടാഗോ മറ്റുള്ള കാര്യങ്ങളോ ആവശ്യമില്ല. അപ്പോൾ ഒരു ചിത്രത്തെയും ഏതോ ഒരു പത്രത്തിൽ വന്ന പേരിനെയും അടിസ്ഥാനപ്പെടുത്തിയിട്ട് ഞാൻ ഹർത്താലിൽ ഉണ്ടായിരുന്നു എന്ന് പറയുന്നതിന് എന്ത് വസ്തുതയാണുള്ളത്? പ്രശ്നം അതല്ല. പ്രശ്നം NRCയും സിറ്റിസൺ അമെൻമെന്റ് ആക്ടുമാണ്. ഈ 2 വിഷയത്തെ മുന്നിൽ നിർത്തി ഞാൻ സംസാരിച്ച എൻ്റെ വാക്കുകളാണ്. ഞാൻ കയറിയിറങ്ങിയ പൊതുവേദികളാണ്. എന്നെ കേൾക്കാൻ വന്ന ജനക്കൂട്ടത്തെയാണ്. ഞങ്ങൾ പറയുന്ന സത്യത്തെ മുറുകെ പിടിച്ച് തെരുവിലിറങ്ങിയ ജനക്കൂട്ടത്തെയാണ്. എൻ്റെ വാക്കുകളെയാണ്
ഞങ്ങളുടെ വാർത്തകളെയാണ്, എൻ്റെ സഹപ്രവർത്തകരെയാണ്. ഇതാണ് സത്യം. 11 ദിവസത്തെ തടവറ കൊണ്ട് എന്നെ അവസാനിപ്പിച്ചേക്കാമെന്ന് കരുതിയവരോട് ഉച്ചത്തിൽ വിളിച്ചു പറയുന്നു, ഒരിക്കലും അവസാനിക്കില്ല ഞങ്ങളുടെ ശബ്ദം. 11 ദിവസത്തെ തടവറ ഞങ്ങൾക്ക് നൽകുന്നത് 11 വർഷം ഇനിയും ഞങ്ങൾ ശബ്ദിക്കും. കാരണം ഞങ്ങൾക്കൊരു പേടിയുമില്ല. ഞങ്ങൾ ഉണ്ടായിക്കൊണ്ടേയുണ്ടാകും. നിങ്ങൾ 1111 ദിവസം തടവറക്കകത്ത് കൊണ്ടുപോയിട്ടാലും ഞങ്ങൾ തടവറക്കകത്ത് വിപ്ലവം സൃഷ്ടിക്കും. തടവറകൾക്കകത്ത് ജയിൽ അന്തേവാസികളുടെ ശബ്ദമാകും. വിപ്ലവം സൃഷ്ടിക്കാൻ ഒരു തടവറയും തടസ്സമല്ല. ഒരു തടവറയും ഞങ്ങൾക്ക് തടസ്സമല്ല. 11 ദിവസം ഞാൻ കിടന്ന തടവറ ജീവിതം എനിക്കൊരുപാട് പുതിയ അനുഭവങ്ങൾ നൽകിയിട്ടുണ്ട്. ഒരു തടവറക്കും ഞങ്ങളുടെ വിപ്ലവ വീര്യത്തെ ഇല്ലാതാക്കാൻ സാധിക്കില്ല. ആ സത്യത്തെ നിങ്ങൾ തിരിച്ചറിയുക. പോരാടുക തന്നെ ചെയ്യും. രാജ്യത്തിൻ്റെ മതേതരത്വത്തിനു വേണ്ടി ഹിന്ദുവും മുസൽമാനും ക്രിസ്ത്യാനിയും ഈ രാജ്യത്ത് സന്തോഷത്തോടെ സമാധാനത്തോടെ തോളോട് തോള് ചേർന്ന് നിന്നുകൊണ്ട് നമ്മുടെ രാജ്യത്തിന് മുദ്രാവാക്യം വിളിക്കുന്നത് വരെ സമാധാനത്തിൻ്റെ, പ്രതിഷേധത്തിൻ്റെ, പ്രക്ഷോഭത്തിൻ്റെ തീക്കനലായി ഞങ്ങൾ ജ്വലിച്ചുകൊണ്ടേയിരിക്കും. അത് നിങ്ങളെ ഭയപ്പെടുത്തുന്നുണ്ടെങ്കിൽ, അത് നിങ്ങളെ ഭയപ്പെടുത്തിയിട്ട് തടവറ ഞങ്ങൾക്ക് സമ്മാനമായി നൽകുന്നുണ്ടെങ്കിൽ, സ്വീകരിക്കാൻ തയ്യാറായി നിൽക്കുന്ന ഞങ്ങൾക്കിടയിൽ എന്ത് തടവറയാണ് പ്രശ്നം? ഏത് ജയിലുകൾക്കാണ് ഞങ്ങളെ കീഴടക്കാൻ പറ്റുക? ഒരു പ്രശ്നവുമില്ല. ഞാൻ ചിരിച്ചുകൊണ്ട് തന്നെയാണ് സബ് ജയിലിലേക്ക് കയറിയത്. ഞാൻ ചിരിച്ചുകൊണ്ട് തന്നെയാണ് സബ് ജയിലിൽ നിന്ന് പുറത്തു വന്നത്. ഒരുപാട് കാലമായില്ലേ നിങ്ങൾക്ക് മുന്നിൽ ഇങ്ങനെ സംസാരിക്കുന്നത്. ഇത്തിരി റെസ്റ്റിന് വേണ്ടിയിട്ട് അവിടേക്ക് ചെന്ന് കയറിയതാണ്. പക്ഷെ അവിടെയും എനിക്ക് വിഷമം ഉണ്ടായിരുന്നില്ല. അവിടെയും എനിക്ക് പ്രതിഷേധിക്കേണ്ടി വന്നു. അവിടെയും എനിക്ക് ചില സമരമുറകളുമായി മുന്നോട്ട് പോകേണ്ടി വന്നു. ജയിൽ അന്തേവാസികൾ നേരിടുന്ന പ്രശ്നത്തിൽ ഇടപെടേണ്ടി വന്നു. അവർക്ക് വേണ്ടി ശബ്ദമായി നിൽക്കേണ്ടി വന്നു. അവിടെയും വിശ്രമമില്ലായിരുന്നു. അപ്പോൾ വിപ്ലവ വീര്യത്തെ കെടുത്താമെന്ന് വിചാരിക്കുന്നുണ്ടെങ്കിൽ, ശബ്ദത്തെ അടിച്ചമർത്താമെന്ന് വിചാരിക്കുന്നുണ്ടെങ്കിൽ നടക്കില്ല സാറന്മാരെ. കാരണം വിപ്ലവ വീര്യം ഒരു കൊടുങ്കാറ്റിന് മുന്നിലും ഒരു ജലപ്രവാഹത്തിന് മുന്നിലും കെടുകയില്ല. അതിന് വല്ലാത്ത മൂർച്ചയാണ്, വല്ലാത്ത ശക്തിയാണ്. അപ്പോൾ എന്നെ കിടത്തിയ 11 ദിവസങ്ങൾ, എന്നെ സബ് ജയിലിലേക്ക് തള്ളി അയച്ച 11 ദിവസങ്ങൾ, അതെന്തിനു വേണ്ടിയായിരുന്നു? അതിനുള്ള ഉത്തരമാണ് സുഹൃത്തുക്കളെ, എൻ്റെ പ്രേക്ഷകരെ, പൊതുജനങ്ങളെ, സത്യത്തിന് വേണ്ടി ശബ്ദിച്ചതിൻ്റെ പേരിൽ ഞങ്ങൾ ഇനിയും ശബ്ദിക്കും. എൻ്റെ സഹപ്രവർത്തകർ എൻ്റെ കൂടെയുണ്ട്. വിമിഷ വിനോദായാലും തബ്ഷീർ അബ്ദുള്ളയായാലും അതുപോലെ തന്നെ ഞങ്ങൾക്കിടയിൽ ഞങ്ങളുടെ ആശയങ്ങളെ, ഞങ്ങളുടെ വാക്കുകളെ നെഞ്ചിലേറ്റിയവർ ഞങ്ങളുടെ കൂടെ ഇടതും വലതുമായി നിൽക്കുമ്പോൾ ഞങ്ങൾക്ക് തടവറ പ്രശ്നമേ അല്ല. തീർച്ചയായും NRC സിറ്റിസൺ അമെൻമെൻറ്റ് ബില്ല്, അതിനെതിരെയുള്ള വാക്കുകളുമായി വീണ്ടും നിങ്ങൾക്ക് മുന്നിൽ വരും. തീർച്ചയായും അതുമായി ബന്ധപ്പെട്ടിട്ടുള്ള പുതിയ വാർത്തകളുമായി നിങ്ങൾക്ക് മുന്നിലേക്ക് വരുമ്പോൾ ഈ സത്യത്തെ നിങ്ങൾ പുറം ലോകത്തെത്തിക്കണം. തീർച്ചയായും ഞാൻ കിടന്ന 11 ദിവസങ്ങൾ, അത് നിങ്ങൾ കിടന്ന 11 ദിവസങ്ങളായി കണ്ടുകൊണ്ട്, രാജ്യത്തിന് വേണ്ടിയിട്ട് നമ്മൾ കിടന്ന 11 ദിവസങ്ങളായി കണ്ടുകൊണ്ട് നിങ്ങൾ ഒരു കാര്യം ചെയ്യണം. നമ്മുടെ രാജ്യത്തെ ഈ 11 ദിവസങ്ങൾ അറിയിച്ചു കൊടുക്കണം. ഒരുപക്ഷെ ഇന്ത്യയിലെ ഒരു മാധ്യമ പ്രവർത്തകനും NRC സിറ്റിസൺ അമെൻമെൻറ്റ് ആക്ടുമായി ബന്ധപ്പെട്ട് 11 ദിവസം ജയിലിനകത്ത് കിടന്നിട്ടുണ്ടാകില്ല. ആദ്യം അറസ്റ്റ് ചെയ്യപ്പെട്ട മാധ്യമ പ്രവർത്തകൻ ഞാൻ തന്നെയാണ്. അതുകൊണ്ട് ഈ സത്യം, ഞാൻ അനുഭവിച്ച നീതി നിഷേധം നിങ്ങൾ പുറം ലോകത്തേക്ക് ഒരു ഷെയറിലൂടെ, നിങ്ങളുടെ ഒരു പങ്കുവെക്കലിലൂടെ നിങ്ങൾ അത് അറിയിച്ചു കൊടുത്ത് ലോകത്തെ അറിയിക്കണം. ശബ്ദിക്കുന്നവരുടെ ശബ്ദം കെടുത്താൻ ഇവിടെ ചിലരുണ്ട് എന്ന്. ന്യൂസ് ഡെസ്ക് പബ്ലിക്കാണ്. ഐവ സിൽക്സ്, കാസർഗോഡ്, കാഞ്ഞങ്ങാട്, മാംഗ്ലൂർ.